ബിഗ് ബോസ് മലയാളം സീസൺ 6 ശക്തരായ മത്സരാർത്ഥികളാണ് ജാസ്മിൻ ജാഫറും ഗബ്രി ജോസും. ഹൗസിനകത്തും പുറത്തും ഏറ്റവും കൂടുതൽ ചർച്ചയായ കോംബോ. ഗെയിമിലായിരിക്കുമ്പോഴും അല്ലാതെയും സഹമത്സരാർത്ഥികളോട് യാതൊരു മാനുഷിക പരിഗണനയും കാണിക്കാത്ത വ്യക്തികൾ. തങ്ങൾ തമ്മിൽ സൗഹൃദമാണെന്നും എന്നാൽ പ്രണയത്തിലേക്ക് പോയേക്കാം, അങ്ങനെ പ്രണയിക്കാതിരിക്കാൻ പാടുപെടുകയാണെന്നുമാണ് പുറത്ത് കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ജാസ്മിൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഈ വെളിപ്പെടുത്തലിന് പുറമെ ജാസ്മിന്റെ ഭാവി വരനും കാമുകനുമായിരുന്ന അഫ്സൽ വിവാഹത്തിൽ നിന്നും പിന്മാറുകയും ചെയ്തിരുന്നു. കൂടാതെ ഇവരുടെ സ്വകാര്യ നിമിഷങ്ങൾ കാണിച്ചുകൊണ്ട് ലാലേട്ടൻ ഇവരെ ചോദ്യം ചെയ്തതും തുടർന്നുണ്ടായ പുകിലുകളും പ്രേക്ഷകർ കണ്ടതാണ്. പാനിക്കായ ജാസ്മിൻ ജിൻഡോ അടക്കമുള്ളവരെ തെറി വിളിക്കുന്നതും താടിക്ക് കൈകൊടുത്തിരുന്നു പോയ ഗബ്രിയും മനഃശാസ്ത്രജ്ഞൻ വന്ന് രണ്ടുപേരെയും റീചാർജ് ചെയ്തതും അതുകഴിഞ്ഞ് ഇങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ലെന്ന തരത്തിൽ തൊട്ടടുത്ത ദിവസം ജാസ്മിൻ കാട്ടിക്കൂട്ടിയ ഷോയും പ്രേക്ഷകർ കണ്ടതാണ്. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിന്റെ വൃത്തിയും എടാപോട വിളിയുമൊക്കെ ചോദ്യം ചെയ്തതിനു പിന്നാലെ ജയിലിനകത്തും ഗബ്രിയും ജാസ്മിനും കെട്ടിപ്പിടിച്ചതും ഇതിനടിയിൽപ്പെട്ട ജിൻഡോയോട് അശ്ലീല പരാമർശം നടത്തിയതും ചർച്ചയാക്കിയിരുന്നു. ഇതൊക്കെ വാങ്ങിക്കൂട്ടിയിട്ട് ഗബ്രിക്കരികിൽ ആശ്വാസം തേടുന്ന ജാസ്മിനെയും നമ്മൾ കണ്ടു. നിന്നെ ലാലേട്ടൻ ഒന്നും പറഞ്ഞില്ല, എന്നെ നിർത്തിപ്പൊരിച്ചുവെന്ന് ജാസ്മിൻ. മറുപടിയായി ഗബ്രി പറഞ്ഞത്, എന്നെയും പറഞ്ഞല്ലോ ജയിലിൽ വന്നതിന്, പിന്നെ വായിന്നു വരുന്ന സംസാരം സൂക്ഷിക്കണം, എടാ പോടാന്ന് വിളിക്കരുതെന്ന് ലാലേട്ടൻ പറഞ്ഞെന്ന് ജാസ്മിൻ പറയുമ്പോൾ അത് നീ എന്ന് ഗബ്രി പറയുന്നുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് പോടാ, പിന്നെ നീ ഹൈജീൻ ശ്രദ്ധിക്കണം, തുമ്മുമ്പോഴും ഇവിടുന്ന് പുറത്തു പോകുമ്പോഴും. അവസാനം ഗബ്രിയുടെ വായിൽ നിന്നുവരെ ജാസ്മിൻ അത് കേൾക്കേണ്ടി വന്നു. എന്നാൽ ഇന്നലത്തെ ലൈവിൽ ഗബ്രിയുടെ ചങ്കു തകർക്കുന്ന ഒരു സംഭവമുണ്ടായി. ജബ്രികൾ ലിവിംഗ് ഏരിയയിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. നീ എന്തിനാണ് ഗബ്രി എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നതെന്ന് ജാസ്മിൻ. ഗബ്രി പറയുന്നു, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ ജന്മന ഒരു ഇറിറ്റേറ്റിംഗ് പേഴ്സൺ ആണെന്ന്. നിനക്കിവിടെ വേറെ ഒരാളോടും ഈ പ്രശ്നമില്ലല്ലോ, പിന്നെ എന്തിനാണ് നീ എന്നെ മാത്രം ഇറിറ്റേറ്റ് ചെയ്ത് പെരുമാറുന്നതെന്ന് ജാസ്മിൻ വീണ്ടും ചോദിക്കുന്നു. ഗബ്രി മറുപടിയായി പറയുന്നു, സ്നേഹമുള്ളത് കൊണ്ടെന്ന്. അപ്പോൾ ജാസ്മിൻ പറയുന്നു, ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്കത് മടുക്കുമെന്ന്. അപ്പോൾ നിനക്ക് മടുത്തു അല്ലേ എന്ന് ഗബ്രി ചോദിക്കുന്നു. മടുത്തു തുടങ്ങിയിട്ടില്ല, പക്ഷെ ചിലപ്പോൾ മടുക്കുമെന്ന് ജാസ്മിൻ. അപ്പോൾ മടുക്കാൻ പറ്റുമെന്ന് നിനക്കറിയാമല്ലേ, മടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാകുമെന്ന് ഗബ്രി. എനിക്ക് മടുക്കാൻ പറ്റും, മടുത്തു കഴിഞ്ഞാൽ എല്ലാവരെയും പോലെ ആയിരിക്കും എനിക്ക് നീയുമെന്ന് ജാസ്മിൻ. അപ്പോൾ നീ കട്ട് ചെയ്തു പോകുമല്ലേ, ഇങ്ങനെയൊന്നുമല്ലല്ലോ നേരത്തെ പറഞ്ഞത്, നീ കട്ട് ചെയ്ത് പോകില്ലെന്നാണല്ലോ നേരത്തെ പറഞ്ഞത്, അപ്പോൾ നീ കട്ട് ചെയ്ത് പോകുമല്ലേ എന്ന് ഗബ്രിയും. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കണം, ഇറിറ്റേറ്റിംഗ് സ്വഭാവം മാറ്റണമെന്നും ജാസ്മിൻ പറയുന്നു. ഇത് ഇവരുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് വേണമെങ്കിലും എടുക്കാം. കാരണം പരസ്പരം അടിച്ചു പിരിഞ്ഞു, അല്ലെങ്കിൽ അടിച്ചു പിരിഞ്ഞെന്ന് വരുത്തി പരസ്പരം ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനോ ആയിരിക്കാം, അല്ലെങ്കിൽ പരസ്പരം മടുത്തിരിക്കാനും വഴിയുണ്ട്. എന്നാൽ ഇന്നലത്തെ ലൈവിൽ ജബ്രിയെ കൂടാതെ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ജാസ്മിൻ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായി. അപ്സരയുടെയൊക്കെ അടുത്തിരുന്ന് ഗബ്രി ഭക്ഷണം കഴിക്കുന്നുണ്ട്. രാവിലെയും ജാസ്മിൻ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഗബ്രി അതുവഴി വന്നത്. ഒരുപക്ഷെ വീക്കെൻഡ് എപ്പിസോഡിൽ ഇവരുടെ ഒരുമിച്ചുള്ള ഭക്ഷണം കഴിപ്പ് ചർച്ചയായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പരസ്പരം മടുക്കാതിരിക്കാനുള്ള കഷ്ടപ്പാട്, അതായത് തേക്കാനുള്ള ഒരു ഇതായിരിക്കാം. എന്തായാലും ഗെയിം മാറ്റിപ്പിടിക്കാനുള്ള തീരുമാനമായിട്ട് തന്നെ എടുക്കാം.